നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നോർത്തേൺ അയർലൻഡിലെ ആയിരക്കണക്കിന് ഡോക്ടർമാർ ഈ മാസം സമരത്തിനിറങ്ങുന്നു. സമരത്തിന് കാരണം വേതന വർധനയുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷനും സർക്കാരും ദീർഘകാലമായി നിലനിൽക്കുന്ന തർക്കം തുടരുന്ന സാഹചര്യത്തിൽ റെസിഡന്റ് ഡോക്ടർമാരും കൺസൾട്ടന്റ് ഡോക്ടർമാരും സമരത്തിന് അനുകൂലമായി വോട്ട് ചെയ്തതോടെ നോർത്തേൺ അയർലൻഡിലെ ഹെൽത്ത് ട്രസ്റ്റുകളുടെ പ്രവർത്തനം അവതാളത്തിലാകും. സമരത്തിന് അനുകൂലമായി 92% റെസിഡന്റ് ഡോക്ടർമാരും 79% കൺസൾട്ടന്റ്മാരും വോട്ട് ചെയ്തു. എത്രയും പെട്ടെന്ന് സമരം ഒഴിവാക്കുന്നതിന് യൂണിയനുമായി ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് ആരോഗ്യമന്ത്രിയോട് BMA. UK-യിൽ 90 വർഷക്കാലത്തെ സേവനം പൂർത്തിയാക്കി കവൻട്രി വിമാനത്താവളം ഈ ആഴ്ച എന്നേക്കുമായി അടച്ചുപൂട്ടും. ഹരിത എനർജി പ്ലാന്റാക്കി മാറ്റുന്നതിന്റെ മുന്നോടിയായിട്ടാണ് കവൻട്രി വിമാനത്താവളം ജൂൺ 11 വ്യാഴാഴ്ച അടച്ചുപൂട്ടുന്നത്. ഇവിടെ നിന്നുള്ള വിമാന സർവീസുകൾ നിർത്തലാക്കിയത് മെയ് 9 മുതൽ. കവൻട്രി വിമാനത്താവളത്തിൽ ഗ്രീൻ പവർ പാർക്ക് എന്ന പേരിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള ബാറ്ററി നിർമ്മാണവും റീസൈക്ലിംഗും നടത്തുന്ന യൂണിറ്റും സ്ഥാപിക്കും. വെസ്റ്റ് മിഡ്ലാൻഡ്സ് ഇൻവെസ്റ്റ്മെന്റ് സോണിന് കീഴിൽ വരുന്ന ഈ മേഖലയെ ഒരു നിർമ്മാണ ഹബ്ബാക്കി മാറ്റുക എന്നതാണ് ഉദ്ദേശമെന്ന് സർക്കാർ. ബ്രിട്ടനിൽ പഠനം പൂർത്തിയാക്കി 5 വർഷം കഴിഞ്ഞിട്ടും പകുതിയോളം ബിരുദധാരികൾ ഇപ്പോഴും കൈപ്പറ്റുന്നത് ദേശീയ ശരാശരി വേതനത്തെക്കാൾ കുറഞ്ഞ തുക. ഓരോ വർഷവും 1.5 ലക്ഷത്തോളം ബിരുദധാരികൾ ബ്രിട്ടീഷ് ശരാശരി വേതനമായ 35,000 പൗണ്ടിൽ കുറവ് വേതനത്തിൽ ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്നു എന്ന് കണക്കുകൾ. 11% ബിരുദധാരികൾക്ക് പ്രതിവർഷം 24,000 പൗണ്ട് പോലും വേതനം ലഭിക്കുന്നില്ല എന്ന് കണക്ക്. പഠനം വിജയകരമായി പൂർത്തിയാക്കി 15 മാസങ്ങൾ കഴിഞ്ഞിട്ടും വെറും 57% ബിരുദധാരികൾക്ക് മാത്രമാണ് ഒരു പൂർണ്ണ സമയ തൊഴിൽ കണ്ടെത്താൻ കഴിഞ്ഞത് എന്നും സൂചന. യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തിന്റെ അർത്ഥശൂന്യതയിലേക്ക് വെളിച്ചം വീശി പുതിയ കണ്ടെത്തൽ. ഇറാനുമായുള്ള സംഘർഷം തുടരുന്നതിനിടെ ചർച്ചയായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുമാറ്റം. കീഴടങ്ങാതെ ഇറാന് മറ്റു മാർഗമില്ല എന്നും പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള ഖമേനിയുടെ പിൻഗാമിയെ അമേരിക്ക തന്നെ തിരഞ്ഞെടുക്കുമെന്നും പറഞ്ഞ ട്രംപിന്റെ നിലപാടിൽ മാറ്റം വരുത്തി. യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാനുമായി US ഉണ്ടാക്കുന്ന ഏതൊരു കരാറും അംഗീകരിക്കുകയല്ലാതെ ഇസ്രയേൽ പ്രധാനമന്ത്രിക്ക് വേറെ വഴിയില്ല എന്ന നിലപാട് തിരുത്തി ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം. യുദ്ധം അവസാനിപ്പിക്കാൻ പെടാപ്പാടുപെട്ട് അമേരിക്കൻ പ്രസിഡന്റ്. വിദഗ്ധരായ വിദേശ തൊഴിലാളികൾക്കായുള്ള പുതിയ H-1B വിസകൾക്ക് $1 ലക്ഷം ഫീസ് ചുമത്താനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം റദ്ദാക്കി ഫെഡറൽ കോടതി. ട്രംപിന്റെ തീരുമാനം നിയമവിരുദ്ധമാണെന്ന് US ഫെഡറൽ ജഡ്ജി. H-1B വിസകൾക്ക് $1 ലക്ഷം ഫീസ് ചുമത്താനുള്ള ഉത്തരവ് റദ്ദാക്കിയത് ബോസ്റ്റണിലെ US ഡിസ്ട്രിക്ട് ജഡ്ജ് ലിയോ സോറോ. ട്രംപ് ഭീമമായ ഫീസ് വർധന പ്രഖ്യാപിച്ചിരുന്നത് കുടിയേറ്റ നിയന്ത്രണങ്ങൾ കർക്കശമാക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ സെപ്റ്റംബറിൽ. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 850 ഉയർത്തുന്നതിനും വനിതാ സംവരണം നടപ്പിലാക്കുന്നതിനുമുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ പുതിയ മാറ്റങ്ങളോടെ വീണ്ടും അവതരിപ്പിക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. 2 മാറ്റങ്ങൾക്കു ശേഷം വീണ്ടും പാർലമെന്റിലെത്തിക്കാൻ സർക്കാർ നീക്കം നടത്തുന്നത് കഴിഞ്ഞ ഏപ്രിൽ ലോക്സഭയിൽ പരാജയപ്പെട്ട ബിൽ. പുതിയ മാറ്റങ്ങൾ പ്രകാരം സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെങ്കിലും നിലവിൽ ഓരോ സംസ്ഥാനത്തിനുമുള്ള സീറ്റുകളുടെ അനുപാതത്തിൽ മാറ്റമുണ്ടാകില്ല. നീക്കം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ജനസംഖ്യാടിസ്ഥാനത്തിൽ സീറ്റുകൾ കുറയുമെന്ന ആശങ്ക പരിഹരിക്കാൻ. മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ P വീണയ്ക്ക് ED സമൻസ്. വീണ ഉൾപ്പെടെ 9 പേർ വെള്ളിയാഴ്ച ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ED സമൻസ് അയക്കും. CMRL MD ശശിധരൻ കർത്ത, ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരൺ S കർത്ത, ചീഫ് ജനറൽ മാനേജർ KS സുശേഷ് കുമാർ, CMRL ജീവനക്കാർ എന്നിവർക്കും സമൻസ് അയക്കും. വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് CMRL ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന കേസിലാണ് EDയുടെ അന്വേഷണം നടക്കുന്നത്. UDF സർക്കാരിന്റെ ധവളപത്രത്തിന് മറുപടിയുമായി ബദൽ ധവളപത്രം ഇറക്കാൻ CPM. മുൻ ധനമന്ത്രിമാരായ KN ബാലഗോപാലും തോമസ് ഐസക്കും ബദൽ ധവളപത്രത്തിന് നേതൃത്വം നൽകും. ബദൽ ധവളപത്രത്തിൽ കഴിഞ്ഞ 10 വർഷം LDF സർക്കാർ സാമ്പത്തിക പരിപാലനത്തിനും ജനക്ഷേമ നടപടികൾക്കും സ്വീകരിച്ച നയവും അതനുസരിച്ച് നടത്തിയ പ്രവർത്തനങ്ങളും വിശദീകരിക്കും. 10 വർഷം കൊണ്ട് സംസ്ഥാന വരുമാനത്തിലുണ്ടായ വർധന സർക്കാരിന്റെ ധവളപത്രം മറച്ചുവെച്ചു എന്നത് CPMന്റെ പ്രധാന ആരോപണം. വാർത്തകൾ വിശദമായി. ഈ മാസത്തിൽ അന്ത്യപകുതിയിൽ നോർത്തേൺ അയർലൻഡിലെ ആയിരക്കണക്കിന് ഡോക്ടർമാർ സമരത്തിനിറങ്ങും. വേതന വർധനയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് സമരത്തിന് കാരണം. റെസിഡന്റ് ഡോക്ടർമാരും കൺസൾട്ടന്റ് ഡോക്ടർമാരും സമരത്തിന് അനുകൂലമായി വോട്ട് ചെയ്തതോടെ നോർത്തേൺ അയർലൻഡിലെ ഹെൽത്ത് ട്രസ്റ്റുകളുടെ പ്രവർത്തനം അവതാളത്തിലാകുമെന്നത് ഉറപ്പായിരിക്കുകയാണ്. വേതന വർധനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ കാരണം ഈ മാസത്തിൽ അന്ത്യപകുതിയിൽ നോർത്തേൺ അയർലൻഡിലെ ആയിരക്കണക്കിന് ഡോക്ടർമാർ സമരത്തിനിറങ്ങുമെന്ന് റിപ്പോർട്ട്. റെസിഡന്റ് ഡോക്ടർമാരും കൺസൾട്ടന്റ് ഡോക്ടർമാരും സമരത്തിന് അനുകൂലമായി വോട്ട് ചെയ്തതോടെ നോർത്തേൺ അയർലൻഡിലെ ഹെൽത്ത് ട്രസ്റ്റുകളുടെ പ്രവർത്തനം അവതാളത്തിലാകുമെന്നത് ഉറപ്പായി. മറ്റൊരു വിഭാഗം ഡോക്ടർമാരും സമരത്തിനിറങ്ങുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. 92% റെസിഡന്റ് ഡോക്ടർമാരും 79% കൺസൾട്ടന്റുമാരും സമരത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു എന്നാണ് ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ അവകാശപ്പെടുന്നത്. സമരം ഒഴിവാക്കുന്നതിനായി യൂണിയനുമായി എത്രയും പെട്ടെന്ന് ചർച്ചയ്ക്ക് തയ്യാറാകണമെന്നും അവർ ആരോഗ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്.
വേതനവുമായി BMAയും സർക്കാരുമായുള്ള തർക്കം ദീർഘകാലമായി നിലനിൽക്കുന്നുണ്ട്. നേരത്തെ UK സർക്കാരിന്റെ റിവ്യൂ ബോഡി ഓൺ ഡോക്ടേഴ്സ് ആൻഡ് റെസിഡൻസ് റെമ്യൂണേഷൻ മുന്നോട്ട് വെച്ച 3.5% ശമ്പള വർധനവ് എന്ന നിർദ്ദേശം BMA നിരസിച്ചിരുന്നു. പണപ്പെരുപ്പവുമായി താരതമ്യം ചെയ്യുമ്പോൾ യഥാർത്ഥ സാഹചര്യത്തിൽ വേതനത്തിൽ കുറവ് വരുത്തുന്നതായി അനുഭവപ്പെടുന്നതാണ് ഈ നിർദ്ദേശം എന്നാണ് BMA പറയുന്നത്. 90 വർഷക്കാലത്തെ സേവനം പൂർത്തിയാക്കി കവൻട്രി വിമാനത്താവളം ഈ ആഴ്ച എന്നേക്കുമായി അടച്ചുപൂട്ടും. ലക്ഷക്കണക്കിന് പൗണ്ട് മുതൽ മുടക്ക് ആവശ്യമായി വരുന്ന ഒരു ഹരിത എനർജി പ്ലാന്റാക്കി മാറ്റുന്നതിന്റെ മുന്നോടിയായാണ് ജൂൺ 11 വ്യാഴാഴ്ച വിമാനത്താവളം അടച്ചുപൂട്ടുന്നത്. കവൻട്രി വിമാനത്താവളം ലക്ഷക്കണക്കിന് പൗണ്ട് മുതൽ മുടക്ക് ആവശ്യമായി വരുന്ന ഒരു ഹരിത എനർജി പ്ലാന്റാക്കി മാറ്റുന്നതിന്റെ മുന്നോടിയായി ജൂൺ 11 വ്യാഴാഴ്ച 90 വർഷക്കാലത്തെ സേവനം പൂർത്തിയാക്കി എന്നേക്കുമായി അത് അടച്ചുപൂട്ടും. മെയ് 9 മുതൽ തന്നെ ഇവിടെ നിന്നുള്ള വിമാന സർവീസുകൾ നിർത്തലാക്കിയിരുന്നു. ഇത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് വിമാനത്താവള അധികൃതർ നൽകിയതായി സിവിൽ ഏവിയേഷൻ അതോറിറ്റി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഗ്രീൻ പവർ പാർക്ക് എന്ന പേരിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള ബാറ്ററി നിർമ്മാണവും റീസൈക്ലിംഗും നടത്തുന്ന യൂണിറ്റ് ആയിരിക്കും ഇവിടെ വരിക. വെസ്റ്റ് മിഡ്ലാൻഡ്സ് ഇൻവെസ്റ്റ്മെന്റ് സോണിന് കീഴിൽ വരുന്ന ഈ മേഖലയെ ഒരു നിർമ്മാണ ഹബ്ബാക്കി മാറ്റുക എന്നതാണ് ഉദ്ദേശമെന്ന് സർക്കാർ വക്താവ് അറിയിച്ചു. 5.5 ബില്യൺ പൗണ്ടിന്റെ സ്വകാര്യ നിക്ഷേപം ഇവിടേക്ക് ആകർഷിക്കാൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഏകദേശം 30,000-ഓളം പുതിയ തൊഴിലവസരങ്ങൾ ഇതുവഴി ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. ബ്രിട്ടനിൽ പഠനം പൂർത്തിയാക്കി 5 വർഷം കഴിഞ്ഞിട്ടും പകുതിയോളം ബിരുദധാരികൾ ഇപ്പോഴും കൈപ്പറ്റുന്നത് ദേശീയ ശരാശരി വേതനത്തെക്കാൾ കുറഞ്ഞ തുകയാണെന്ന് റിപ്പോർട്ടുകൾ. വിദ്യാഭ്യാസത്തെക്കുറിച്ച് മഹത്തരമായ പല ചൊല്ലുകളും സങ്കല്പങ്ങളും ഉണ്ടെങ്കിലും ആത്യന്തികമായി വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം വർത്തമാനകാലത്തെങ്കിലും ഒരു നല്ല ജോലി സമ്പാദിക്കുക എന്നത് തന്നെയാണ്. എന്നാൽ ആ ഒരു ഉദ്ദേശത്തോടെ ബിരുദമെടുത്തിട്ട് കാര്യമൊന്നുമില്ല എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ബ്രിട്ടനിൽ പഠനം പൂർത്തിയാക്കി 5 വർഷം കഴിഞ്ഞിട്ടും പകുതിയോളം ബിരുദധാരികൾ ഇപ്പോഴും കൈപ്പറ്റുന്നത് ദേശീയ ശരാശരി വേതനത്തെക്കാൾ കുറഞ്ഞ തുകയാണെന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്ത്. അതായത് ഓരോ വർഷവും 1.5 ലക്ഷത്തോളം ബിരുദധാരികൾ ബ്രിട്ടീഷ് ശരാശരി വേതനമായ 35,000 പൗണ്ടിൽ കുറവ് വേതനത്തിൽ ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്നു എന്ന് അർത്ഥം. അതിലുമധികം ആശങ്കപ്പെടുത്തുന്നത് 11% ബിരുദധാരികൾക്ക് പ്രതിവർഷം 24,000 പൗണ്ട് പോലും വേതനം ലഭിക്കുന്നില്ല എന്നതാണ്. പോളിസി എക്സ്ചേഞ്ചിന്റെ വിശകലന റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. അതിലേറെ ഖേദകരമായ കാര്യം പഠനം വിജയകരമായി പൂർത്തിയാക്കി 15 മാസങ്ങൾ കഴിഞ്ഞിട്ടും വെറും 57% ബിരുദധാരികൾക്ക് മാത്രമാണ് ഒരു പൂർണ്ണസമയ തൊഴിൽ കണ്ടെത്താൻ കഴിഞ്ഞത് എന്നതാണ്. യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തിന്റെ അർത്ഥശൂന്യതയിലേക്ക് വെളിച്ചം വീശുന്നതാണ് ഈ കണ്ടെത്തലെന്ന് സാമൂഹ്യശാസ്ത്ര വിദഗ്ധർ പറയുന്നു. യുവാക്കളെ കടക്കണിയിലേക്ക് നയിക്കുന്ന ബിരുദ പഠനത്തിലേക്ക് യുവാക്കളെ ആകർഷിക്കുന്നത് നിർത്തണമെന്ന് വിമർശകർ പറയുന്നു. ലേബർ സർക്കാരിന്റെ നികുതി വേട്ടയും മിനിമം വേതനത്തിലെ വർധനവുമെല്ലാം കാരണം തൊഴിൽ വിപണി വലിയൊരു പ്രതിസന്ധിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. റിപ്പോർട്ട് പുറത്തു വന്നതിന് പിറകെ നടത്തിയ അഭിപ്രായ സർവേയിൽ പങ്കെടുത്ത ബ്രിട്ടീഷുകാരിൽ 3-1 പേരും പറഞ്ഞത് സമയവും പണവും നഷ്ടമാക്കിയുള്ള യൂണിവേഴ്സിറ്റി പഠനത്തിന് അതിന്റെ മൂല്യം ലഭിക്കുന്നില്ല എന്നാണ്. പ്രാക്ടിക്കൽ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ കാത്തിരിപ്പ് സമയം കുറയ്ക്കുന്നതിനായി ഡ്രൈവിംഗ് ടെസ്റ്റ് ബുക്കിംഗ് നിയമങ്ങൾ കർക്കശമാക്കി. കാത്തിരിപ്പ് സമയം കുറയ്ക്കുന്നതിനായി ലേണർ ഡ്രൈവർമാർക്ക് ഇപ്പോൾ അവരുടെ യഥാർത്ഥ ബുക്കിംഗ് സ്ഥലത്തിനടുത്തുള്ള 3 കേന്ദ്രങ്ങളിലേക്ക് മാത്രമേ അവരുടെ പരീക്ഷ മാറ്റാൻ കഴിയൂ. പ്രാക്ടിക്കൽ ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ കാത്തിരിപ്പ് സമയം കുറയ്ക്കുന്നതിനായി ഡ്രൈവിംഗ് ടെസ്റ്റ് ബുക്കിംഗ് നിയമങ്ങൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായി ലേണർ ഡ്രൈവർമാർക്ക് ഇപ്പോൾ അവരുടെ യഥാർത്ഥ ബുക്കിംഗ് സ്ഥലത്തിനടുത്തുള്ള 3 കേന്ദ്രങ്ങളിലേക്ക് മാത്രമേ അവരുടെ പരീക്ഷ മാറ്റാൻ കഴിയൂ എന്ന പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നു. കഴിഞ്ഞ വർഷം 64,500 പ്രാക്ടിക്കൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ എഴുതാൻ ആരും എത്തിയില്ല എന്ന് BBC-യുമായി മാത്രം പങ്കിട്ട ഔദ്യോഗിക കണക്കുകൾ സൂചിപ്പിക്കുന്നു. ബ്രിട്ടനിലുടനീളമുള്ള പ്രാക്ടിക്കൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾക്കായുള്ള ശരാശരി കാത്തിരിപ്പ് 5 മാസത്തിൽ കൂടുതലാണ്. പുതിയ നിയമങ്ങൾ പഠിതാക്കൾ എവിടെയും ലഭ്യമായ ഏറ്റവും വേഗം പരീക്ഷ ബുക്ക് ചെയ്യുന്നത് തടയും. തുടർന്ന് വീട്ടിലേക്ക് അടുക്കാൻ ഒരു സ്ലോട്ട് ലഭിക്കുന്നത് നിരവധി സ്വാപ്പുകൾ നടത്തുകയും ചെയ്യും. ലേണർ ഡ്രൈവർ എമ്മ BBC-യോട് പറഞ്ഞതനുസരിച്ച് ഒരു ടെസ്റ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കാൻ എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 5:30 താൻ ഉണരുമ്പോൾ ആയിരക്കണക്കിന് ആളുകളുടെ ക്യൂവിൽ നിൽക്കേണ്ടി വന്നു എന്നാണ്. ഇപ്പോൾ 7 മാസത്തിനുള്ളിൽ അവൾക്ക് ഒരു പരീക്ഷയുണ്ട്. 2026 ഏപ്രിലിൽ ഡ്രൈവർ ആൻഡ് വെഹിക്കിൾ സ്റ്റാൻഡേർഡ്സ് ഏജൻസിക്ക് നൽകിയ കണക്കുകൾ പ്രകാരം ഇംഗ്ലണ്ടിൽ ഡ്രൈവിംഗ് ടെസ്റ്റിനുള്ള കാത്തിരിപ്പ് സമയം 22.7 ആഴ്ചയും സ്കോട്ട്ലൻഡിൽ 22.9 ആഴ്ചയും വെയിൽസിൽ 17.3 ആഴ്ചയുമാണ്. കഴിഞ്ഞ വർഷം UK-യിൽ 1,99,868 ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ബുക്ക് ചെയ്തിരുന്നു. എന്നാൽ അവയിൽ 64,500 എണ്ണത്തിന് ആരും എത്തിയില്ല. അതായത് 3.2% പാഴായി പോയി എന്ന് DVSA പറയുന്നു. കഴിഞ്ഞ വർഷം ഷോകളില്ലാത്തതിന്റെ എണ്ണം മുൻവർഷം രേഖപ്പെടുത്തിയ 52,000-നേക്കാൾ കൂടുതലായിരുന്നു. ഇറാൻ യുദ്ധവും UK ബിസിനസ് സംരംഭകരുടെ ചെലവുകൾ വർദ്ധിച്ചതും റിക്രൂട്ട്മെന്റ് കുത്തനെ ഇടിയാൻ ഇടയാക്കി. നികുതികൾ, നാഷണൽ ഇൻഷുറൻസ് വർധന എന്നിവ മൂലം UK കമ്പനികൾ പെർമനന്റ് ജീവനക്കാർക്ക് പകരം താൽക്കാലിക ജീവനക്കാരെ ജോലിക്കായി നിയോഗിക്കുകയാണ്. ഇത് മലയാളികളടക്കമുള്ള വിദേശ ജോലിക്കാർക്ക് തിരിച്ചടിയാകുന്നു. ഇറാൻ യുദ്ധവും UK ബിസിനസ് സംരംഭകരുടെ ചെലവുകൾ വർദ്ധിച്ചതും റിക്രൂട്ട്മെന്റ് കുത്തനെ ഇടിയാൻ ഇടയാക്കിയതോടെ നികുതികൾ, നാഷണൽ ഇൻഷുറൻസ് വർധന എന്നിവ മൂലം UK കമ്പനികൾ പെർമനന്റ് ജീവനക്കാർക്ക് പകരം താൽക്കാലിക ജീവനക്കാരെ ജോലിക്കായി നിയോഗിക്കുന്നത്
മലയാളികളടക്കമുള്ള വിദേശ ജോലിക്കാർക്ക് തിരിച്ചടിയാകുന്നു എന്ന് റിപ്പോർട്ട്. മെയ് മാസം താൽക്കാലിക ജോലികൾ ഓഫർ ചെയ്യുന്നത് ശക്തമായി വർദ്ധിച്ചുവെന്ന് റിക്രൂട്ടർമാർ റിപ്പോർട്ട് ചെയ്തു. 10 മാസത്തിനിടെ പെർമനന്റ് ജീവനക്കാരുടെ റിക്രൂട്ട്മെന്റ് അതിവേഗത്തിൽ ഇടിഞ്ഞുവെന്നും വ്യക്തമായിട്ടുണ്ട്. സമ്പദ് വ്യവസ്ഥയിൽ ആത്മവിശ്വാസം കുറയുന്നതും ഉയർന്ന ചെലവുകൾ സമ്മർദ്ദം സൃഷ്ടിക്കുന്നതും ചേർന്നാണ് ഈ പ്രതിസന്ധി. യുകെയിലെ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങളും മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങളും ബിസിനസ്സുകളെ പെർമനന്റ് ജീവനക്കാരെ നിയോഗിക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയാണ്. യുകെ തൊഴിൽ വിപണിയുടെ ദുരവസ്ഥ വ്യക്തമാക്കുന്നതാണ് ഈ കണക്കുകൾ. പിരിച്ചുവിടലും തൊഴിലവസരങ്ങളുടെ എണ്ണം കുറഞ്ഞതും തൊഴിൽ സുരക്ഷയുടെ പേരിലുള്ള ആശങ്കകളും മൂലം ജോലിക്കായി അപേക്ഷിക്കുന്നവരുടെ എണ്ണവും ഉയർന്നിട്ടുണ്ട്. ജീവനക്കാർക്ക് ഡിമാൻഡ് കുറവായതുകൊണ്ട് തന്നെ ജോലി ആരംഭിക്കുന്നവരുടെ ശമ്പളവും താൽക്കാലിക ജീവനക്കാരുടെ വരുമാനവും മെയിൽ ചെറിയ തോതിൽ മാത്രമാണ് ഉയർന്നത്. നഴ്സിംഗ്, മെഡിക്കൽ കെയർ മേഖലകളിൽ മാത്രമാണ് പെർമനന്റ് ജീവനക്കാർക്ക് ഈ ഘട്ടത്തിലും ഉയർന്ന ഡിമാൻഡ് ഉള്ളത്. റീറ്റെയിൽ മേഖലയിലാണ് പെർമനന്റ് തസ്തികകൾ ഏറ്റവും കുത്തനെ ഇടിഞ്ഞത്. മാർച്ച് വരെ 3 മാസങ്ങളിൽ തൊഴിലില്ലായ്മ 5% ഉയർന്നിരുന്നു. ലോകത്തിലെ വികസിത സമ്പദ് വ്യവസ്ഥകളിൽ ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കിനെ ബ്രിട്ടൻ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ്. ഉയർന്ന മിനിമം വേജിന്റെ പേരിൽ രാജ്യത്ത് തൊഴിലില്ലായ്മ കുതിച്ചുചാട്ടം നടത്തുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. കഴിഞ്ഞ വർഷം 4.8% ഉയർന്ന തൊഴിലില്ലായ്മ ഈ വർഷം 5.5% വർദ്ധിക്കുമെന്നാണ് ഓർഗനൈസേഷൻ ഫോർ ഇക്കണോമിക് കോർപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് വ്യക്തമാക്കുന്നത്. G7 രാജ്യങ്ങളെ പരിഗണിക്കുമ്പോൾ രാജ്യത്ത് തൊഴിലില്ലായ്മ ഏറ്റവും വേഗത്തിലാണ് വർദ്ധിക്കുന്നതെന്ന് ഞെട്ടിക്കുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നു. മിഡിൽ ഈസ്റ്റ് സംഘർഷത്തിനിടെ വളർച്ച 1% താഴെയാണെന്നതും പ്രതിസന്ധിയാണ്. തൊഴിലാളികൾക്കുള്ള ഡിമാൻഡ് വളരെ കുറവാണ് എന്നതും ഇത് പ്രധാനമായും ബാധിക്കുന്നത് മിനിമം വേജ് ഉയർത്തിയ നടപടിയെ ബാധിക്കുന്ന മേഖലകളിലാണെന്നതും ശ്രദ്ധേയമാണ്. ആനന്ദ് ടി വി 5ാം ഫിലിം അവാർഡ് 2026 ജൂൺ 13 വർണ്ണാഭമായ തുടക്കം. മലയാള സിനിമ, ടെലിവിഷൻ, ബിസിനസ് എന്നീ മേഖലകളിലെ മികവിന് യൂറോപ്യൻ മലയാളികൾ ചേർന്ന് നൽകുന്ന പുരസ്കാരമാണ് ആനന്ദ് ടി വി അവാർഡ്. യുകെയിലെ മാഞ്ചസ്റ്റർ ടു അപ്പോളോ വേദിയിലാണ് ഈ അവാർഡ് ദിശ അരങ്ങേറുന്നത്. ഗാലപ്പോൾ വഴിയാണ് അവാർഡ് ജേതാക്കളെ തിരഞ്ഞെടുക്കുന്നത്. മലയാള സിനിമ, ടെലിവിഷൻ, ബിസിനസ് എന്നീ മേഖലകളിലെ മികവിന് യൂറോപ്യൻ മലയാളികൾ ചേർന്ന് നൽകുന്ന ആനന്ദ് ടി വി 5ാം ഫിലിം അവാർഡ് 2026 ജൂൺ 13 യുകെയിലെ മാഞ്ചസ്റ്റർ ടു അപ്പോളോ വേദിയിൽ നടക്കും. മലയാള സിനിമാ ലോകത്തെ അഭിനയ പ്രതിഭകൾ ചടങ്ങിന്റെ മുഖ്യ ആകർഷണമാകും. മലയാള സിനിമയുടെ അഭിനയ കുലപതി മമ്മൂട്ടി ഉൾപ്പെടെ സുരാജ് വെഞ്ഞാറമൂട്, രമേശ് പിഷാരടി, ഭാവന, ഉണ്ണി മുകുന്ദൻ, മനോജ് കെ ജയൻ, അനന്യ, അനശ്വര രാജൻ, മിഥുൻ രമേശ്, നിഖില വിമൽ, ഗായകരായ MG ശ്രീകുമാർ, സിതാര കൃഷ്ണകുമാർ എന്നിവർ അവാർഡിൽ അണിനിരക്കും. പരിപാടിക്ക് മാറ്റുകൂട്ടാൻ സിനിമാ താരങ്ങളുടെ നൃത്ത സംഗീത വിരുന്നും സ്കിറ്റും ഉൾപ്പെടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. ടിക്കറ്റിനും കൂടുതൽ വിവരങ്ങൾക്കുമായി താഴെ കൊടുക്കുന്ന ലിങ്കിലും നമ്പറിലും ബന്ധപ്പെടുക. ഇറാനുമായുള്ള സംഘർഷം തുടരുന്നതിനിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുമാറ്റം ചർച്ചയാകുന്നു. കീഴടങ്ങാതെ ഇറാന് മറ്റു മാർഗമില്ല എന്നായിരുന്നു മാർച്ച് 6 ട്രംപ് പറഞ്ഞത്. പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള ഖമേനിയുടെ പിൻഗാമിയെ അമേരിക്ക തിരഞ്ഞെടുക്കുമെന്നും പ്രഖ്യാപിച്ചു. എന്നാൽ യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാനുമായി US ഉണ്ടാക്കുന്ന ഏതൊരു കരാറും അംഗീകരിക്കുകയല്ലാതെ ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് വേറെ വഴിയില്ല എന്നാണ് ട്രംപ് ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇറാനുമായുള്ള സംഘർഷം തുടരുന്നതിനിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുമാറ്റം വലിയ ചർച്ചയാകുന്നു എന്ന് റിപ്പോർട്ട്. മാർച്ച് 6 ആയത്തുള്ള ഖമേനിയുടെ പിൻഗാമിയെ അമേരിക്ക തിരഞ്ഞെടുക്കും. ഇറാനിലെ പുതിയ നേതാവ് ആരെന്ന് തീരുമാനിക്കാനുള്ള അവകാശം അമേരിക്കയ്ക്കാണ്. ഇറാനുമായി ചർച്ചയില്ല, നിരുപാധികം കീഴടങ്ങുകയല്ലാതെ അവർക്ക് വേറെ വഴിയില്ല എന്ന് പറഞ്ഞ ട്രംപ് ജൂൺ 8 പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി US ഇറാനുമായി ഉണ്ടാക്കിയേക്കാവുന്ന ഏതൊരു കരാറും അംഗീകരിക്കുകയല്ലാതെ ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് വേറെ വഴിയില്ല. ടെഹ്റാനെതിരെയുള്ള US ഇസ്രായേൽ നീക്കങ്ങളിൽ ഞാനാണ് അന്തിമ തീരുമാനങ്ങൾ എടുക്കുന്നത്. എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ഞാനാണ്. നെതന്യാഹു അല്ല തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നാണ് പ്രഖ്യാപിച്ചത്. സുരക്ഷയ്ക്ക് ഭീഷണി എന്ന പേരിൽ USഉം ഇസ്രായേലും സംയുക്തമായാണ് ഇറാനെ ആക്രമിച്ചത്. എന്നാൽ ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ പിടിമുറുക്കിയതോടെ പ്രതിസന്ധി രൂക്ഷമായി. എണ്ണ വിതരണം തടസ്സപ്പെട്ടു. പശ്ചിമേഷ്യയിലെ USന്റെ സഖ്യരാജ്യങ്ങളെ ഇറാൻ ആക്രമിച്ചതും തിരിച്ചടിയായി. യുദ്ധം അവസാനിപ്പിക്കാൻ സമ്മർദ്ദമേറിയതോടെ സമാധാന കരാറിനായുള്ള ചർച്ചകൾക്കായി ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ഇസ്രായേൽ ലെബനനിൽ നടത്തുന്ന ആക്രമണങ്ങൾ ചർച്ചകൾക്ക് തടസ്സമായി. ആക്രമണം അവസാനിപ്പിക്കാൻ ഇസ്രായേലിനോട് US നിർദ്ദേശിച്ചുവെങ്കിലും അവർ മുഖവിലക്കെടുത്തില്ല. ഇതോടെ ഇറാൻ ഇസ്രായേലിനെ വീണ്ടും ആക്രമിച്ചു. തിരിച്ചടിക്കരുതെന്ന US നിർദ്ദേശത്തെ അവഗണിച്ച് ഇസ്രായേലും ഇറാനെ ആക്രമിച്ചു. യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്ന ട്രംപിന് ഇത് തിരിച്ചടിയായി മാറി. ഇതോടെയാണ് ട്രംപ് ഇസ്രായേലിനെതിരെ തിരിഞ്ഞത്. വിദഗ്ധരായ വിദേശ തൊഴിലാളികൾക്കായുള്ള പുതിയ H1B വിസകൾക്ക് $1 ലക്ഷം ഫീസ് ചുമത്താനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം റദ്ദാക്കി ഫെഡറൽ ജഡ്ജി. ഇത് നിയമവിരുദ്ധമാണെന്നും US ഫെഡറൽ ജഡ്ജി ചൂണ്ടിക്കാണിച്ചു. ബോസ്റ്റണിലെ US ഡിസ്ട്രിക്ട് ജഡ്ജ് ലിയോ സോറോക്കിനെയാണ് ട്രംപ് ഭരണകൂടത്തിന്റെ വിദഗ്ധരായ വിദേശ തൊഴിലാളികൾക്കായുള്ള പുതിയ H1B വിസകൾക്ക് $1 ലക്ഷം ഫീസ് ചുമത്താനുള്ള ഉത്തരവ് റദ്ദാക്കിയത്. കുടിയേറ്റ നിയന്ത്രണങ്ങൾ കർശനമാക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ട്രംപ് ഈ ഭീമമായ ഫീസ് വർധന പ്രഖ്യാപിച്ചിരുന്നത്. ട്രംപ് ഭരണകൂടത്തിന്റെ പ്രചരണത്തിന് തിരിച്ചടിയായ തീരുമാനത്തിനെതിരെ സർക്കാർ അപ്പീൽ നൽകാൻ സാധ്യതയുണ്ട്. ട്രംപിന്റെ രാഷ്ട്രീയ ശൈലിയുടെ കേന്ദ്രബിന്ദു ഇപ്പോഴും ശക്തി പ്രകടനമായിരുന്നു. കുടിയേറ്റം, വ്യാപാരം, നികുതി,
വിദേശ നയം എല്ലായിടത്തും അദ്ദേഹം പ്രസിഡന്റിന്റെ അധികാരത്തെ പരമാവധി പ്രയോഗിക്കാൻ ശ്രമിച്ചു. അമേരിക്കൻ തൊഴിലവസരങ്ങൾ സംരക്ഷിക്കണമെന്ന പേരിൽ H1B വിസ പദ്ധതിക്കെതിരെ കടുത്ത നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നതും അതിന്റെ ഭാഗമായിരുന്നു. പുതിയ വിദേശ തൊഴിലാളികളെ നിയമിക്കുന്നത് അത്യന്തം ചെലവേറിയതാക്കുക എന്നതായിരുന്നു $1 ലക്ഷം ഫീസിന്റെ രാഷ്ട്രീയ ഭീഷണി. എന്നാൽ ഒരു പ്രസിഡന്റിന്റെ രാഷ്ട്രീയ ഇച്ഛാശക്തി നിയമത്തിന്റെ അതിരുകൾ കടക്കാമോ എന്ന ചോദ്യമാണ് ഒടുവിൽ കോടതിയിലെത്തിയത്. കോടതിയുടെ മറുപടി വ്യക്തമായിരുന്നു. കോൺഗ്രസിന്റെ അനുമതിയില്ലാതെ പ്രസിഡന്റിന് നികുതി സ്വഭാവമുള്ള ഒരു ഫീസ് ചുമത്താനാകില്ല എന്ന് ജഡ്ജി വ്യക്തമാക്കി. ഭരണകൂടം അതിനെ പിഴയായി വിശേഷിപ്പിച്ചുവെങ്കിലും കോടതി അതിനെ നികുതിയായാണ് കണ്ടത്. അതോടെ ട്രംപിന്റെ മറ്റൊരു നിർണായക നയനീക്കവും നിയമപരമായ തിരിച്ചടിയിലായി. US ജനപ്രതിനിധി സഭയുടെ ഓവർസൈറ്റ് കമ്മിറ്റിക്ക് മുന്നിൽ നിർണായക വെളിപ്പെടുത്തൽ നടത്തി കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീന്റെ ലൈംഗിക ചൂഷണത്തിനിരയായ സാറ കെല്ലൻ. മുൻ ബ്രിട്ടീഷ് രാജകുമാരൻ ആൻഡ്രൂ മൗണ്ട് ബാറ്റൺ വിൻസറുടെ ബക്കിംഗ്ഹാം കൊട്ടാരത്തിലെ സ്വകാര്യ അപ്പാർട്ട്മെന്റിൽ തങ്ങൾ അത്താഴ വിരുന്നിലും 2006 വിൻസർ കാസിലിൽ നടന്ന ബിയാട്രിസ് രാജകുമാരിയുടെ 18ാം ജന്മദിനാഘോഷത്തിലും പങ്കെടുത്തിരുന്നുവെന്നാണ് സാറ വെളിപ്പെടുത്തിയത്. US ജനപ്രതിനിധി സഭയുടെ ഓവർസൈറ്റ് കമ്മിറ്റിക്ക് മുന്നിൽ കുപ്രസിദ്ധ ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീന്റെ ലൈംഗിക ചൂഷണത്തിനിരയായ സാറ കെല്ലൻ മുൻ ബ്രിട്ടീഷ് രാജകുമാരൻ ആൻഡ്രൂ മൗണ്ട് ബാറ്റൺ വിൻസറുടെ ബക്കിംഗ്ഹാം കൊട്ടാരത്തിലെ സ്വകാര്യ അപ്പാർട്ട്മെന്റിൽ തങ്ങൾ അത്താഴ വിരുന്നിലും 2016 വിൻസർ കാസിലിൽ നടന്ന ബിയാട്രിസ് രാജകുമാരിയുടെ 18ാം ജന്മദിനാഘോഷത്തിലും പങ്കെടുത്തിരുന്നുവെന്ന നിർണായക വെളിപ്പെടുത്തൽ നടത്തി. എപ്സ്റ്റീൻ ലൈംഗികമായി ചൂഷണം ചെയ്യുകയും കടത്തുകയും ചെയ്ത ഒരു സ്ത്രീ ബ്രിട്ടീഷ് രാജകുടുംബത്തിന്റെ ഔദ്യോഗിക വസതികൾ സന്ദർശിച്ചതിനെ കുറിച്ച് പരസ്യമായി വെളിപ്പെടുത്തുന്നത് ഇതാദ്യമായി. കഴിഞ്ഞ മാസം അവസാനമായിരുന്നു സാറ കെല്ലൻ മൊഴി നൽകിയത്. ആൻഡ്രൂ രാജകുമാരന്റെ ഭാഗത്ത് നിന്ന് മോശം പെരുമാറ്റമൊന്നും താൻ കണ്ടിട്ടില്ല എന്ന് സാറ കെല്ലൻ പറഞ്ഞു. എപ്സ്റ്റീനുമായുള്ള സൗഹൃദത്തെ തുടർന്ന് ഉയർന്ന ആരോപണങ്ങളെ തുടർന്ന് ആൻഡ്രൂവിന്റെ രാജപദവികൾ നേരത്തെ നീക്കിയിരുന്നു. ലൈംഗിക കടത്ത് കേസിൽ നിലവിൽ 20 വർഷത്തെ തടവ് ശിക്ഷ അനുഭവിക്കുന്ന എപ്സ്റ്റീന്റെ കൂട്ടാളി ഗ്ലിസ്ലൻ മാക്സ്വെൽ തന്നെ ലൈംഗികമായും മാനസികമായും ചൂഷണം ചെയ്തതായി സാറ പറഞ്ഞു. എപ്സ്റ്റീനെ ലൈംഗിക കുറ്റവാളിയാക്കി മാറ്റിയെടുത്തതും പണം എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിപ്പിച്ചതും മാക്സ്വെല്ലാണെന്ന് അവർ കുറ്റപ്പെടുത്തി. എപ്സ്റ്റീന്റെ ഇര എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ എസ്റ്റേറ്റിൽ നിന്ന് തനിക്ക് നഷ്ടപരിഹാരം ലഭിച്ചതായി സാറ സ്ഥിരീകരിച്ചു. എപ്സ്റ്റീന്റെ സഹായിയായിരുന്ന തന്നെ കേസിൽ സഹഗൂഢാലോചനക്കാരിയായി ചിത്രീകരിച്ചതിനെതിരെയും സാറ കമ്മിറ്റിക്ക് മുന്നിൽ പ്രതിഷേധം അറിയിച്ചു. നിയമപാലകർ ആരും തന്റെ ഭാഗം കേൾക്കാൻ തയ്യാറായിരുന്നില്ല എന്ന് അവർ പറഞ്ഞു. ഈ വെളിപ്പെടുത്തലുകളോട് പ്രതികരിക്കാൻ ബക്കിംഗ്ഹാം കൊട്ടാരം തയ്യാറായിട്ടില്ല എങ്കിലും ഇരകളോടും അതിജീവിതരോടും ഒപ്പമാണ് തങ്ങളെന്ന കഴിഞ്ഞ ഒക്ടോബറിലെ രാജാവിന്റെയും രാജ്ഞിയുടെയും പ്രസ്താവന അവർ ആവർത്തിച്ചു. UK-യിൽ യുണൈറ്റഡ് മലയാളീസ് ഇൻ ലെയ്സെസ്റ്റർ സംഘടിപ്പിച്ച ക്രിക്കറ്റ് ടൂർണമെന്റ് 2026 ജൂൺ 7-ന് വെസ്റ്റേൺ പാർക്കിൽ ആവേശകരമായി നടന്നു. UML-ന്റെ കീഴിലുള്ള UML സ്ട്രൈക്കേഴ്സ് ടീമിന്റെ നേതൃത്വത്തിലാണ് ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. മത്സരത്തിൽ ആകെ 8 ടീമുകൾ പങ്കെടുത്തു. UML സ്ട്രൈക്കേഴ്സ്, ലെയ്സെസ്റ്റർ ഹീറോസ് ക്രിക്കറ്റ് ക്ലബ് ടീം A, ലെയ്സെസ്റ്റർ ഹീറോസ് ക്രിക്കറ്റ് ക്ലബ് ടീം B, പുഴയോരം, YMA ബുധനൂർ, ലിങ്കൺ ക്രിക്കറ്റ് ക്ലബ്, പവർ ഹിറ്റേഴ്സ്, നോട്ടിംഗ്ഹാം ഹിറ്റേഴ്സ് എന്നീ ടീമുകളാണ് മത്സരരംഗത്തുണ്ടായിരുന്നത്. കടുത്ത മത്സരങ്ങൾക്ക് ശേഷം നോട്ടിംഗ്ഹാം ഹിറ്റേഴ്സ് ചാമ്പ്യന്മാരായി കിരീടം സ്വന്തമാക്കി. ലെയ്സെസ്റ്റർ ഹീറോസ് ക്രിക്കറ്റ് ക്ലബ് ടീം B 1ാം റണ്ണറപ്പും ലെയ്സെസ്റ്റർ ഹീറോസ് ക്രിക്കറ്റ് ക്ലബ് ടീം A 2ാം റണ്ണറപ്പുമായി. ടൂർണമെന്റിലെ മികച്ച താരമായി നോട്ടിംഗ്ഹാം ഹിറ്റേഴ്സ് ടീമിലെ അരവിന്ദിനെ തിരഞ്ഞെടുക്കപ്പെട്ടു. വിജയികൾക്ക് ഹേമന്ത് റായ് ഭാട്ടിയ ക്യാഷ് പ്രൈസും ട്രോഫികളും വിതരണം ചെയ്തു. മികച്ച കായിക മികവും കൂട്ടായ്മയും പ്രകടിപ്പിച്ച ടൂർണമെന്റ് മലയാളി സമൂഹത്തിന്റെ വലിയ പങ്കാളിത്തത്തോടെ വിജയകരമായി സമാപിച്ചു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 127.76 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.16 യൂറോ, ഒരു US ഡോളർ 105.59 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 110.32 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.34 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 68.58 ഇന്ത്യൻ രൂപ. ഇനി ഒരു ഇടവേളയ്ക്കു ശേഷം നാഷണൽ ന്യൂസ്. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 850 ഉയർത്തുന്നതിനും വനിതാ സംവരണം നടപ്പിലാക്കുന്നതിനുമുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ പുതിയ മാറ്റങ്ങളോടെ വീണ്ടും അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നു. കഴിഞ്ഞ ഏപ്രിലിൽ ലോക്സഭയിൽ പരാജയപ്പെട്ട ബില്ലാണ് 2 മാസങ്ങൾക്കു ശേഷം വീണ്ടും പാർലമെന്റിൽ എത്തിക്കാൻ സർക്കാർ നീക്കം നടത്തുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 850 ഉയർത്തുന്നതിനും വനിതാ സംവരണം നടപ്പിലാക്കുന്നതിനുമുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ പുതിയ മാറ്റങ്ങളോടെ വീണ്ടും അവതരിപ്പിച്ചേക്കുമെന്ന് സൂചന. പുതിയ മാറ്റങ്ങൾ പ്രകാരം സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെങ്കിലും നിലവിലെ ഓരോ സംസ്ഥാനത്തിനുമുള്ള സീറ്റുകളുടെ അനുപാതത്തിൽ മാറ്റമുണ്ടാകില്ല എന്ന് ബില്ലിൽ വ്യക്തമാക്കും. ലോക്സഭയിലെ പരമാവധി സീറ്റുകളുടെ എണ്ണം 550-ൽ നിന്ന് 850 ഉയർത്തും. എന്നാൽ സംസ്ഥാനങ്ങൾക്കിടയിൽ ഈ സീറ്റുകൾ വിഭജിക്കുന്നത് നിലവിലുള്ളതുപോലെ 1971-ലെ ജനസംഖ്യാ കണക്കെടുപ്പ് അടിസ്ഥാനമാക്കി തന്നെ ആയിരിക്കും.
ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ജനസംഖ്യാടിസ്ഥാനത്തിൽ സീറ്റുകൾ കുറയുമെന്ന ആശങ്ക പരിഹരിക്കാനാണ് ഈ നീക്കം. ഭരണഘടനാ ഭേദഗതി പാസാക്കിയ ശേഷം പ്രത്യേക മണ്ഡല പുനർനിർണയ ബിൽ കൊണ്ടുവരും. ഇതിനായി രൂപീകരിക്കുന്ന പ്രത്യേക കമ്മീഷനാകും പുതിയ ലോക്സഭാ നിയമസഭാ മണ്ഡലങ്ങളുടെ അതിർത്തി നിശ്ചയിക്കുക. സംസ്ഥാനങ്ങൾക്കുള്ളിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ വിഭജനത്തിന് 2011 സെൻസസ് മാനദണ്ഡമാക്കിയേക്കും. നേരത്തെ ബില്ലിനെ എതിർത്തിരുന്ന തൃണമൂൽ കോൺഗ്രസ്, DMK എന്നീ പാർട്ടികളുമായി സർക്കാർ ചർച്ചകൾ നടത്തി വരികയാണ്. തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട DMKയിൽ നിന്നും ചില MP മാർ രാജിവെച്ച പശ്ചാത്തലത്തിൽ തൃണമൂലിൽ നിന്നും ഈ വിഷയത്തിൽ പ്രത്യേക പിന്തുണ ലഭിച്ചേക്കുമെന്നാണ് സൂചന. 2029ഓടെ രാജ്യത്ത് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നടപ്പിലാക്കുന്നതിന്റെയും മണ്ഡല പുനർനിർണയ പ്രക്രിയ വേഗത്തിലാക്കുന്നതിന്റെയും ഭാഗമായാണ് കേന്ദ്ര സർക്കാരിന്റെ നീക്കം. തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തി തുടർച്ചയായി പ്രധാനമന്ത്രി പദം വഹിക്കുന്നതിന്റെ റെക്കോർഡ് ഇന്ന്, അതായത് 2026 ജൂൺ 9 നരേന്ദ്രമോദി സ്വന്തമാക്കും. പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനൊപ്പമാണ് മോദി എത്തുന്നത്. പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടർച്ചയായി 4397 ദിവസം, അതായത് 12 വർഷം 14 ദിവസവും ഇന്ന് നരേന്ദ്രമോദി പൂർത്തിയാക്കും. തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തി തുടർച്ചയായി പ്രധാനമന്ത്രി പദം വഹിക്കുന്നതിന്റെ റെക്കോർഡ് ഇന്ന്, അതായത് 2026 ജൂൺ 9 നരേന്ദ്രമോദി സ്വന്തമാക്കും. അതോടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനൊപ്പമാണ് മോദി എത്തുന്നത്. പ്രധാനമന്ത്രി സ്ഥാനത്ത് തുടർച്ചയായി 4397 ദിവസം, അതായത് 12 വർഷം 14 ദിവസവും ഇന്ന് നരേന്ദ്രമോദി പൂർത്തിയാക്കും. 2014 മെയ് 26 മോദി പ്രധാനമന്ത്രിയായത്. പിന്നീട് 2019 മെയ് 30 2024 ജൂൺ 9 സത്യപ്രതിജ്ഞ ചെയ്തു. 1947 ഓഗസ്റ്റ് 15 ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായത്. എന്നാൽ ആദ്യ പൊതു തിരഞ്ഞെടുപ്പിനെ തുടർന്ന് നെഹ്റു പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് 1952 മെയ് 13 അന്ന് മുതൽ 1964 മെയ് 27 അന്തരിക്കുന്നത് വരെ തുടർച്ചയായി 4397 ദിവസം അദ്ദേഹം പ്രധാനമന്ത്രി പദം വഹിച്ചു. 1957 1962 തുടർഭരണം ലഭിച്ചു. തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തി പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്നതിന്റെ റെക്കോർഡ് 5416 ദിവസം കൊണ്ട് ഇന്ദിരാഗാന്ധിക്കാണ്. പക്ഷേ ഇതിനൊരു ഇടവേളയുണ്ട്. 1977 മുതൽ 1980 വരെ 1026 ദിവസം. 1966 ജനുവരി 24 ഇന്ദിര ആദ്യമായി പ്രധാനമന്ത്രിയായത്. എന്നാൽ ആദ്യ നിയോഗം 413 ദിവസം പൂർത്തിയാക്കിയ പൊതു തിരഞ്ഞെടുപ്പിലൂടെ അല്ലാതെയുള്ള പ്രധാനമന്ത്രി പദത്തിലായിരുന്നു. ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ആകസ്മിക നിര്യാണത്തെ തുടർന്നാണ് ഇത് സംഭവിച്ചത്. മോദി ഇന്ദിരയ്ക്കൊപ്പം എത്താൻ 2029 മാർച്ച് 24 വരെ കാത്തിരിക്കണം. സ്വാതന്ത്ര്യലബ്ധി മുതലുള്ള കണക്കിലെടുത്താൽ കൂടുതൽ കാലം പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്നവരിൽ നരേന്ദ്രമോദി 3ാം സ്ഥാനത്താണ്. ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി എന്നിവർക്കാണ് ആദ്യ 2 സ്ഥാനങ്ങൾ. ജനതാദൾ എസ് ദേശീയ അധ്യക്ഷൻ ദേവഗൌഡയ്ക്ക് വീണ്ടും രാജ്യസഭയിലെത്താൻ അവസരം നൽകാതെ BJP. ഇക്കുറി BJP ടിക്കറ്റിൽ മത്സരിക്കാൻ ഹുബ്ബള്ളിയിൽ നിന്നുള്ള പിന്നാക്ക വിഭാഗം നേതാവ് പ്രൊഫസർ M നാഗരാജയെ കളത്തിലിറക്കിയാണ് ദേവഗൌഡയുടെ 6 പതിറ്റാണ്ടു നീണ്ട പാർലമെന്ററി ജീവിതത്തിന് സഖ്യകക്ഷി തടയിടുന്നത്. മുൻ പ്രധാനമന്ത്രിമാരാരും ഇതോടെ പാർലമെന്റിൽ അംഗമല്ലാതാകുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ജനതാദൾ എസ് ദേശീയ അധ്യക്ഷൻ ദേവഗൌഡയ്ക്ക് വീണ്ടും രാജ്യസഭയിലെത്താൻ അവസരം നൽകാതെ ഇക്കുറി BJP ടിക്കറ്റിൽ മത്സരിക്കാൻ ഹുബ്ബള്ളിയിൽ നിന്നുള്ള പിന്നാക്ക വിഭാഗം നേതാവ് പ്രൊഫസർ M നാഗരാജയെ കളത്തിലിറക്കി BJP മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റും കർണാടക PSC അംഗവുമാണ് വിദ്യാഭ്യാസ വിദഗ്ധൻ കൂടിയായ നാഗരാജ. അദ്ദേഹത്തെ പരിഗണിച്ചതിന് പിന്നിൽ RSS പിന്തുണയുമുണ്ട്. കർണാടക മുൻ മുഖ്യമന്ത്രിയും 6 തവണ ലോക്സഭാ MP യും 2 തവണ രാജ്യസഭാ MP യും 7 തവണ MLA-യുമായിരുന്നു ദേവഗൌഡ. ഈ മാസം 25 ദേവഗൌഡ ഉൾപ്പെടെ കർണാടകയിൽ നിന്നുള്ള 4 രാജ്യസഭാംഗങ്ങളുടെ കാലാവധി തീരും. ഈ സീറ്റുകളിൽ ഒരെണ്ണത്തിൽ വിജയിക്കാനുള്ള അംഗബലമേ BJPക്കുള്ളൂ. അതേസമയം 223 അംഗ നിയമസഭയിൽ 2 സ്വതന്ത്രർ ഉൾപ്പെടെ 138 പേരുടെ പിന്തുണയുള്ള കോൺഗ്രസിന് 3 പേരെ രാജ്യസഭയിലേക്ക് അയക്കാം. 45 പ്രഥമ പരിഗണനാ വോട്ടുകളാണ് ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടത്. BJPക്ക് 66, ദളിതിന് 19 എന്നിങ്ങനെയാണ് നിയമസഭയിലെ അംഗബലം. കർണാടകയിൽ DK ശിവകുമാർ മുഖ്യമന്ത്രിയായപ്പോൾ പഴയ മൈസൂരു മേഖലയിലെ ഒക്കലീഗരുടെ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് BJP ഇതേ സമുദായത്തിലെ അധികായനായ ദേവഗൌഡയെ വീണ്ടും രാജ്യസഭയിലേക്ക് അയക്കുമെന്ന പ്രതീക്ഷ ശക്തമായിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുമക്കൂരിൽ നിന്ന് പരാജയപ്പെട്ട ദേവഗൌഡ കോൺഗ്രസ് പിന്തുണയോടെയാണ് 2020 രാജ്യസഭയിലെത്തിയത്. കോൺഗ്രസിന് വൻ ഭൂരിപക്ഷം ലഭിച്ച 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെയാണ് ദൾ BJP സഖ്യമുണ്ടായത്. കേന്ദ്രമന്ത്രി കുമാരസ്വാമി ഉൾപ്പെടെ ദളിന് ലോക്സഭയിൽ 2 MP മാരാണുള്ളത്. ദേവഗൌഡയുടെ മരുമകൻ ഡോക്ടർ CN മഞ്ജുനാഥ് BJP MP ആണ്. മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ T വീണയ്ക്ക് ED സമൻസ്. വീണ ഉൾപ്പെടെ 9 പേർ വെള്ളിയാഴ്ച ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ED ഇന്ന് സമൻസ് അയക്കും. CMRL MD ശശിധരൻ കർത്ത, ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരൺ S കർത്ത, ചീഫ് ജനറൽ മാനേജർ KS സുശേഷ് കുമാർ, CMRL ജീവനക്കാർ എന്നിവരും സമൻസ് ലഭിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട്. മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ T വീണ ഉൾപ്പെടെ 9 പേർ വെള്ളിയാഴ്ച ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ED ഇന്ന് സമൻസ് അയക്കും.
കേസിൽ ഇതാദ്യമായാണ് വീണയെ ഇഡി വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത്. നേരത്തെ വീണയുടെ പിതാവ്, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, ഭർത്താവ് മുഹമ്മദ് റിയാസ് MLA, CMRL MD എന്നിവരുടെ വീടുകളിൽ ഉൾപ്പെടെ ഇഡി റെയ്ഡ് നടത്തിയിരുന്നു. CMRL കമ്പനി വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന കേസിൽ ഇഡി അന്വേഷണം തുടരാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് അനുമതി നൽകിയിരുന്നു. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ CMRL നൽകിയ അപ്പീൽ ജസ്റ്റിസ് V രാജ വിജയരാഘവനും ജസ്റ്റിസ് KV ജയകുമാറും അടങ്ങിയ ബെഞ്ച് തള്ളിയിരുന്നു. ആരോഗ്യവകുപ്പ് കയ്യിൽ കിട്ടുമ്പോൾ വൻ സാമ്പത്തിക ബാധ്യതയാണ് ഉള്ളതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി K മുരളീധരൻ. മരുന്ന് കമ്പനികൾക്ക് കോടികൾ കുടിശ്ശിക നൽകാനുണ്ട്. കാരുണ്യ സുരക്ഷാ പദ്ധതിയിൽ മാത്രം 2017 കോടി രൂപയാണ് നൽകാനുള്ളതെന്നും K മുരളീധരൻ പറഞ്ഞു. ആരോഗ്യവകുപ്പ് കയ്യിൽ കിട്ടുമ്പോൾ വൻ സാമ്പത്തിക ബാധ്യതയാണ് ഉള്ളതെന്നും മരുന്ന് കമ്പനികൾക്ക് കോടികൾ കുടിശ്ശിക നൽകാനുണ്ട് എന്നും ആരോഗ്യമന്ത്രി K മുരളീധരൻ. കാരുണ്യ സുരക്ഷാ പദ്ധതിയിൽ മാത്രം 2017 കോടി രൂപയാണ് നൽകാനുള്ളതെന്നും വ്യക്തമാക്കി ആരോഗ്യവകുപ്പ് മന്ത്രി K മുരളീധരൻ രംഗത്തെത്തി. സാമ്പത്തിക കുടിശ്ശിക ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ ലഭ്യതയെ പോലും ബാധിക്കുന്നുണ്ട്. പലപ്പോഴും സർക്കാർ ആശുപത്രികളിൽ ശസ്ത്രക്രിയ വൈകാൻ കാരണം ഇതാണ്. മരുന്ന് കമ്പനികൾക്ക് 476 കോടി രൂപയാണ് നൽകാനുള്ളതെന്നും K മുരളീധരൻ പറഞ്ഞു. കോഴിക്കോട് ആരോഗ്യവകുപ്പ് സംഘടിപ്പിച്ച കായകൽപ്പം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു K മുരളീധരൻ. ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ വായിക്കുമെന്ന സംശയം കൊണ്ടാവാം ചിലർ കായകൽപ്പം പരിപാടിയിൽ വരാതിരുന്നത്. ഈ വകുപ്പിനെ നേരെയാക്കിയെടുക്കണം. അതിന് എല്ലാ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും സഹകരിക്കണമെന്നും മുരളീധരൻ പറഞ്ഞു. മാനന്തവാടി മെഡിക്കൽ കോളേജ് വികസിപ്പിക്കാൻ സ്ഥലമില്ല. ചിലരുടെ വാശിയുടെ ഫലമാണിത്. അവിടെയുള്ള അസൗകര്യങ്ങൾ കാരണം രോഗികൾക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വരേണ്ടി വരുന്നു. മാനന്തവാടി മെഡിക്കൽ കോളേജ് വികസിപ്പിക്കാൻ ആവശ്യമായ സ്ഥലം കണ്ടെത്തും. ആശുപത്രികളുടെ ഫിറ്റ്നസ് വർദ്ധിപ്പിക്കും. മെഡിക്കൽ കോളേജിൽ രോഗികളെ നിലത്ത് കിടത്തുന്ന സാഹചര്യം മാറ്റണമെന്ന് മുരളീധരൻ പറഞ്ഞു. ഭരണപരമായ മാറ്റങ്ങളുടെ ഭാഗമായി സ്ഥലം മാറ്റങ്ങളും ഉണ്ടാകും. അതിനെ രാഷ്ട്രീയ മാറ്റങ്ങളായി കാണരുത്. വകുപ്പിനെ നേരെയാക്കാൻ സഹകരിക്കണം. 2017 പാലക്കാടാണ് ഷിഗല്ല ഉത്ഭവം ഉണ്ടായത്. എല്ലാ വർഷവും റിപ്പോർട്ട് ചെയ്യുന്നു. മരണവും നേരത്തെ ഉണ്ടായിട്ടുണ്ട്. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ പൂട്ടണം. തദ്ദേശ സ്ഥാപനങ്ങൾ ശുചീകരണത്തിൽ ശ്രദ്ധ പുലർത്തണമെന്ന് മുരളീധരൻ പറഞ്ഞു. UDF സർക്കാരിന്റെ ധവളപത്രത്തിന് മറുപടിയുമായി ബദൽ ധവളപത്രം ഇറക്കാൻ CPM തയ്യാറെടുക്കുന്നു. മുൻ ധനമന്ത്രിമാരായ KN ബാലഗോപാലും തോമസ് ഐസക്കും നേതൃത്വം നൽകും. ഈ ആഴ്ച പ്രസിദ്ധീകരിച്ചേക്കും. കഴിഞ്ഞ 10 വർഷം LDF സർക്കാർ സാമ്പത്തിക പരിപാലനത്തിനും ജനക്ഷേമ നടപടികൾക്കും സ്വീകരിച്ച നയവും അതിനനുസരിച്ച് നടത്തിയ പ്രവർത്തനങ്ങളും വിശദീകരിക്കുന്ന ബദൽ ധവളപത്രം UDF സർക്കാരിന്റെ ധവളപത്രത്തിന് മറുപടിയുമായി ഒരുങ്ങുന്നു. ഇത് LDF-ൽ ചർച്ച ചെയ്ത് മുന്നണിയുടെ ബദൽ ധവളപത്രമായി ഇറക്കാനാണ് തീരുമാനം. 10 വർഷം കൊണ്ട് സംസ്ഥാന വരുമാനത്തിലുണ്ടായ വർധന സർക്കാരിന്റെ ധവളപത്രം മറച്ചുവെച്ചതായാണ് പാർട്ടിയുടെ പ്രധാന ആരോപണം. ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പണം ചെലവിട്ടതിനെ സാമ്പത്തിക മാനേജ്മെന്റ് പിടിപ്പുകേടായും ചിത്രീകരിക്കുന്നു. ഇത് സംബന്ധിച്ച വസ്തുതകളും വിശദീകരണവും രേഖയിലുണ്ടാകും. ആഭ്യന്തര ഉൽപാദനം വളരുന്ന തോതിൽ കടം വളരുന്നില്ല. ഏത് സർക്കാരിന്റെ അവസാന കാലത്തും പൊതുകടം ഇരട്ടിയാകാറുണ്ട്. കോവിഡ് കാലത്ത് കേന്ദ്ര സർക്കാർ എല്ലാ സംസ്ഥാനങ്ങൾക്കും കൂടുതൽ കടം അനുവദിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ 5 വർഷം കടം ഇരട്ടിയായില്ല. 62% മാത്രമാണ് കടത്തിന്റെ വളർച്ച. ആഭ്യന്തര ഉൽപാദനത്തിന്റെ 33% താഴെയാണ് കടം. കിഫ്ബി കടം കണക്കാക്കാതെയാണിത്. ക്ഷേമ പെൻഷൻ വിതരണം, പൊതുമേഖലാ സംരക്ഷണം എന്നിവയിലൊക്കെ മുൻ UDF സർക്കാരുമായി താരതമ്യം ഇതിലുണ്ടാകും. സർക്കാരിന്റെ ധവളപത്രത്തിൽ ഒട്ടേറെ തെറ്റുകൾ കടന്നുകൂടിയിട്ടുണ്ടെന്നാണ് തോമസ് ഐസക്കും ബാലഗോപാലും ചൂണ്ടിക്കാട്ടുന്നത്. 2011 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും LDF ബദൽ ധവളപത്രം അവതരിപ്പിച്ചിരുന്നു. ഇന്ത്യ A, ശ്രീലങ്ക A, അഫ്ഗാനിസ്ഥാൻ A ടീമുകൾ തമ്മിലുള്ള ത്രിരാഷ്ട്ര ക്രിക്കറ്റ് പരമ്പരയ്ക്ക് തുടക്കം. ആദ്യ മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ A ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. തിലക് വർമ്മ നയിക്കുന്ന ടീമിൽ വൈഭവ് സൂര്യവംശി, പ്രവ് സിമ്രാൻ, പ്രിയാംഷ് ആര്യ, ആയുഷ് ബദോനി, അനുകുൽ റോയ്, അർഷദ് ഖാൻ ഉൾപ്പെടെ IPL-ലെ മിന്നും താരങ്ങളുണ്ട്. ഇന്ത്യ A, ശ്രീലങ്ക A, അഫ്ഗാനിസ്ഥാൻ A ടീമുകൾ തമ്മിലുള്ള ത്രിരാഷ്ട്ര ക്രിക്കറ്റ് പരമ്പരയ്ക്ക് തുടക്കം. വിക്കറ്റ് കീപ്പറായി ടീമിലിടം നേടിയ പ്രവ് സിമ്രാൻ സിംഗും വൈഭവുമാണ് ഇന്ത്യക്കായി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. 12 പന്തിൽ 14 റൺസ് നേടിയ വൈഭവ് ശ്രീലങ്കൻ ബൌളർ മുഹമ്മദ് ഷിറാസിന്റെ പന്തിൽ ക്യാച്ചായി പുറത്തായി. പിന്നാലെ പ്രിയാംഷ് ആര്യയും പുറത്തായി. പ്രവ് സിമ്രാനൊപ്പം ഋതുരാജ് ഗെഗ്വാദാണ് ക്രീസിൽ. സഹൻ അരക്ഷികയാണ് ശ്രീലങ്കയെ നയിക്കുന്നത്. IPL-ലെ മിന്നും താരങ്ങളുടെ ദീർഘ ഫോർമാറ്റിലെ പ്രകടനം വിലയിരുത്തുക കൂടി ഈ ത്രിരാഷ്ട്ര പരമ്പര കൊണ്ട് സാധ്യമാകും. ഭാവിയിൽ തിലക് വർമ്മയെ ഇന്ത്യൻ ക്യാപ്റ്റൻസിയിലേക്ക് കൊണ്ടുവരാനാകുമോ എന്നതിന്റെ പരീക്ഷണാർത്ഥത്തിലാണ് അദ്ദേഹത്തെ ക്യാപ്റ്റനായി നിയോഗിച്ചത്. IPL-ൽ കഴിഞ്ഞ സീസണിൽ വേണ്ടത്ര പ്രകടനം പുറത്തെടുക്കാൻ കഴിയാത്ത ഋതുരാജ് ഗെഗ്വാദാണ് വൈസ് ക്യാപ്റ്റൻ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നോർത്തേൺ അയർലൻഡിലെ ആയിരക്കണക്കിന് ഡോക്ടർമാർ ഈ മാസം സമരത്തിനിറങ്ങുന്നു. സമരത്തിന് കാരണം വേതന വർധനയുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷനും സർക്കാരും ദീർഘകാലമായി നിലനിൽക്കുന്ന തർക്കം തുടരുന്ന സാഹചര്യത്തിൽ റെസിഡന്റ് ഡോക്ടർമാരും കൺസൾട്ടന്റ് ഡോക്ടർമാരും സമരത്തിന് അനുകൂലമായി വോട്ട് ചെയ്തതോടെ നോർത്തേൺ അയർലൻഡിലെ ഹെൽത്ത് ട്രസ്റ്റുകളുടെ പ്രവർത്തനം അവതാളത്തിലാകും. സമരത്തിന് അനുകൂലമായി 92% റെസിഡന്റ് ഡോക്ടർമാരും 79% കൺസൾട്ടന്റ്മാരും വോട്ട് ചെയ്തു. എത്രയും പെട്ടെന്ന് സമരം ഒഴിവാക്കുന്നതിന് യൂണിയനുമായി ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് ആരോഗ്യമന്ത്രിയോട് BMA.
UK-യിൽ 90 വർഷക്കാലത്തെ സേവനം പൂർത്തിയാക്കി കവൻട്രി വിമാനത്താവളം ഈ ആഴ്ച എന്നേക്കുമായി അടച്ചുപൂട്ടും. ഹരിത എനർജി പ്ലാന്റാക്കി മാറ്റുന്നതിന്റെ മുന്നോടിയായിട്ടാണ് കവൻട്രി വിമാനത്താവളം ജൂൺ 11 വ്യാഴാഴ്ച അടച്ചുപൂട്ടുന്നത്. ഇവിടെ നിന്നുള്ള വിമാന സർവീസുകൾ നിർത്തലാക്കിയത് മെയ് 9 മുതൽ. കവൻട്രി വിമാനത്താവളത്തിൽ ഗ്രീൻ പവർ പാർക്ക് എന്ന പേരിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള ബാറ്ററി നിർമ്മാണവും റീസൈക്ലിംഗും നടത്തുന്ന യൂണിറ്റും സ്ഥാപിക്കും. വെസ്റ്റ് മിഡ്ലാൻഡ്സ് ഇൻവെസ്റ്റ്മെന്റ് സോണിന് കീഴിൽ വരുന്ന ഈ മേഖലയെ ഒരു നിർമ്മാണ ഹബ്ബാക്കി മാറ്റുക എന്നതാണ് ഉദ്ദേശമെന്ന് സർക്കാർ. ബ്രിട്ടനിൽ പഠനം പൂർത്തിയാക്കി 5 വർഷം കഴിഞ്ഞിട്ടും പകുതിയോളം ബിരുദധാരികൾ ഇപ്പോഴും കൈപ്പറ്റുന്നത് ദേശീയ ശരാശരി വേതനത്തെക്കാൾ കുറഞ്ഞ തുക. ഓരോ വർഷവും 1.5 ലക്ഷത്തോളം ബിരുദധാരികൾ ബ്രിട്ടീഷ് ശരാശരി വേതനമായ 35,000 പൗണ്ടിൽ കുറവ് വേതനത്തിൽ ജോലി ചെയ്യാൻ നിർബന്ധിതരാകുന്നു എന്ന് കണക്കുകൾ. 11% ബിരുദധാരികൾക്ക് പ്രതിവർഷം 24,000 പൗണ്ട് പോലും വേതനം ലഭിക്കുന്നില്ല എന്ന് കണക്ക്. പഠനം വിജയകരമായി പൂർത്തിയാക്കി 15 മാസങ്ങൾ കഴിഞ്ഞിട്ടും വെറും 57% ബിരുദധാരികൾക്ക് മാത്രമാണ് ഒരു പൂർണ്ണ സമയ തൊഴിൽ കണ്ടെത്താൻ കഴിഞ്ഞത് എന്നും സൂചന. യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തിന്റെ അർത്ഥശൂന്യതയിലേക്ക് വെളിച്ചം വീശി പുതിയ കണ്ടെത്തൽ. ഇറാനുമായുള്ള സംഘർഷം തുടരുന്നതിനിടെ ചർച്ചയായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടുമാറ്റം. കീഴടങ്ങാതെ ഇറാന് മറ്റു മാർഗമില്ല എന്നും പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള ഖമേനിയുടെ പിൻഗാമിയെ അമേരിക്ക തന്നെ തിരഞ്ഞെടുക്കുമെന്നും പറഞ്ഞ ട്രംപിന്റെ നിലപാടിൽ മാറ്റം വരുത്തി. യുദ്ധം അവസാനിപ്പിക്കാൻ ഇറാനുമായി US ഉണ്ടാക്കുന്ന ഏതൊരു കരാറും അംഗീകരിക്കുകയല്ലാതെ ഇസ്രയേൽ പ്രധാനമന്ത്രിക്ക് വേറെ വഴിയില്ല എന്ന നിലപാട് തിരുത്തി ട്രംപിന്റെ പുതിയ പ്രഖ്യാപനം. യുദ്ധം അവസാനിപ്പിക്കാൻ പെടാപ്പാടുപെട്ട് അമേരിക്കൻ പ്രസിഡന്റ്. വിദഗ്ധരായ വിദേശ തൊഴിലാളികൾക്കായുള്ള പുതിയ H-1B വിസകൾക്ക് $1 ലക്ഷം ഫീസ് ചുമത്താനുള്ള US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം റദ്ദാക്കി ഫെഡറൽ കോടതി. ട്രംപിന്റെ തീരുമാനം നിയമവിരുദ്ധമാണെന്ന് US ഫെഡറൽ ജഡ്ജി. H-1B വിസകൾക്ക് $1 ലക്ഷം ഫീസ് ചുമത്താനുള്ള ഉത്തരവ് റദ്ദാക്കിയത് ബോസ്റ്റണിലെ US ഡിസ്ട്രിക്ട് ജഡ്ജ് ലിയോ സോറോ. ട്രംപ് ഭീമമായ ഫീസ് വർധന പ്രഖ്യാപിച്ചിരുന്നത് കുടിയേറ്റ നിയന്ത്രണങ്ങൾ കർക്കശമാക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ സെപ്റ്റംബറിൽ. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം 850 ഉയർത്തുന്നതിനും വനിതാ സംവരണം നടപ്പിലാക്കുന്നതിനുമുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ പുതിയ മാറ്റങ്ങളോടെ വീണ്ടും അവതരിപ്പിക്കാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. 2 മാറ്റങ്ങൾക്കു ശേഷം വീണ്ടും പാർലമെന്റിലെത്തിക്കാൻ സർക്കാർ നീക്കം നടത്തുന്നത് കഴിഞ്ഞ ഏപ്രിൽ ലോക്സഭയിൽ പരാജയപ്പെട്ട ബിൽ. പുതിയ മാറ്റങ്ങൾ പ്രകാരം സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുമെങ്കിലും നിലവിൽ ഓരോ സംസ്ഥാനത്തിനുമുള്ള സീറ്റുകളുടെ അനുപാതത്തിൽ മാറ്റമുണ്ടാകില്ല. നീക്കം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ജനസംഖ്യാടിസ്ഥാനത്തിൽ സീറ്റുകൾ കുറയുമെന്ന ആശങ്ക പരിഹരിക്കാൻ. മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ P വീണയ്ക്ക് ED സമൻസ്. വീണ ഉൾപ്പെടെ 9 പേർ വെള്ളിയാഴ്ച ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ED സമൻസ് അയക്കും. CMRL MD ശശിധരൻ കർത്ത, ജോയിന്റ് മാനേജിംഗ് ഡയറക്ടർ ശരൺ S കർത്ത, ചീഫ് ജനറൽ മാനേജർ KS സുശേഷ് കുമാർ, CMRL ജീവനക്കാർ എന്നിവർക്കും സമൻസ് അയക്കും. വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിക്ക് CMRL ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്ന കേസിലാണ് EDയുടെ അന്വേഷണം നടക്കുന്നത്. UDF സർക്കാരിന്റെ ധവളപത്രത്തിന്റെ മറുപടിയുമായി ബദൽ ധവളപത്രം ഇറക്കാൻ CPM. മുൻ ധനമന്ത്രിമാരായ KN ബാലഗോപാലും തോമസ് ഐസക്കും ബദൽ ധവളപത്രത്തിന് നേതൃത്വം നൽകും. ബദൽ ധവളപത്രത്തിൽ കഴിഞ്ഞ 10 വർഷം LDF സർക്കാർ സാമ്പത്തിക പരിപാലനത്തിനും ജനക്ഷേമ നടപടികൾക്കും സ്വീകരിച്ച നയവും അതനുസരിച്ച് നടത്തിയ പ്രവർത്തനങ്ങളും വിശദീകരിക്കും. 10 വർഷം കൊണ്ട് സംസ്ഥാന വരുമാനത്തിലുണ്ടായ വർധന സർക്കാരിന്റെ ധവളപത്രം മറച്ചുവെച്ചു എന്നത് CPMന്റെ പ്രധാന ആരോപണം. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.